ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. നമുക്ക് ബട്ടൂരയുടെയും റുമാലി റൊട്ടിയുടെയും പൊറോട്ടയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചിക്കനിലേക്ക് ആദ്യം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുളിയൊക്കെ നോക്കിയിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ആ ഒരു മസാലയൊക്കെ പിടിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലേ. പിന്നെ ചുമയൊക്കെ പിടിച്ച് എൻ്റെ സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുള്ളത് അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ബട്ടർ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഓയിൽ മാത്രം വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് അവസാനം ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയിട്ട് ഇന്നൊന്ന് കരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് കളറൊക്കെ മാറി വന്ന് നന്നായിട്ട് ചിക്കൻ ഒന്ന് കുക്കായിട്ട് കിട്ടണം. അതുവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബട്ടർ ചിക്കൻ കഴിക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടുക. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതിയാവും. ഇതിൽ കൂടുതൽ കളറൊന്നും ചേഞ്ച് ആവേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓയിലൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയൊരു 2 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 സവാള നേരിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് നേരിയതായിട്ട് അരിയണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് നേരിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഓയിൽ കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ സവാള വഴറ്റിയെടുക്കുക. എന്നിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് അതിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരില്ലേ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് 3 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് തക്കാളിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്കൊരു 10-15 കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ചെറിയ ജീരകം പൊടിക്കാണ്ട് ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. നമ്മളിത് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ പൊടിച്ചതുണ്ടെങ്കിൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജീരകം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ചേരുന്നത്. നമ്മുടെ ചിക്കൻ്റെ മാഗി ക്യൂബില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മാഗി ക്യൂബല്ലേ ഒരു പാക്കറ്റിൽ വരിക, അതിൽ ഒരു ക്യൂബ് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ മസാലയിലേക്ക് ഇതുവരെയായിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കണം. ഈ ഒരു ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു മസാലയൊന്നും നമുക്ക് കളയേണ്ടി വരില്ലല്ലോ, അത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഈ ഒരു കറി റെഡി ആവാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസൂരി മെത്തിയില്ലേ, അതൊന്ന് കയ്യിൽ വെച്ച് തിരുമ്മിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.